Hi learners, welcome to I Plus Training Solutions. ഞാൻ ഭവിഷ. കേരള സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷൻ 2025 ജാനുവരി 2025 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളും നോട്ടുകളും വീഡിയോ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും തന്നെ എല്ലാവർക്കും ഈ തവണത്തെ സെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സെറ്റ് ഹിസ്റ്ററിയുടെ ജാനുവരി 2025 എക്സാമിനേഷൻ കഴിഞ്ഞതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ, ദെൻ ആ ഒരു ആൻസറിന്റെ എക്സ്പ്ലനേഷൻ അടക്കം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലാസ് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഫുൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മൾ പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഓരോ വീഡിയോസും ഓരോ ക്ലാസ്സും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വൺസ് അഗെയിൻ വെൽക്കം ടു I Plus Training Solutions. ഓക്കെ, അപ്പൊ നമ്മുടെ 2025 ജാനുവരി സെറ്റ് എക്സാമിനേഷന്റെ സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കുന്നത്. ഓതർ ഓഫ് കൾച്ചറൽ സിംബയോസിസ് എന്ന ഒരു വർക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. നമ്മുടെ സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസിലെ 3ാമത്തെ യൂണിറ്റ് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എപ്പോഴും പറയാറുള്ളതാണ് ബുക്ക് ആൻഡ് ഓതർ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പൊ കൾച്ചറൽ സിംബയോസിസ് എഴുതിയിട്ടുള്ളത് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രാജൻ ഗുരുക്കർ, ശ്രീധര മേനോൻ, MGS നാരായൺ, MR രാഘവ വാര്യർ എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഈ 4 പേരും കേരള ഹിസ്റ്ററിയിലെ പുലികളായിട്ടുള്ളവരാണ് അല്ലെ. ഈ 4 പേരിൽ ആരാണ് കൾച്ചറൽ സിംബയോസിസിന്റെ ഓതർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, MGS നാരായൺ. MGS നാരായണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അതുപോലെ ഒരു ഗ്രേറ്റ് അധ്യാപകനായിരുന്നു. ദെൻ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു ഹിസ്റ്റോറിയൻ ആണ്. 92 വയസ്സായി അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഈ ഒരു കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഈ ഒരു വർക്കിന്റെ പബ്ലിക്കേഷൻ വരുന്നത് 1972 കേരള ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി ആണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. MGS നാരായണന്റെ മറ്റ് നോട്ടബിൾ വർക്ക്സ് പറയുമ്പോൾ ഒന്ന് ഈ ഒരു കൾച്ചറൽ സിംബയോസിസ് എന്നുള്ള ഒരു വർക്ക് 1972 ഈ സെയിം വർഷത്തിൽ തന്നെ, അതായത് 1972 തന്നെയാണ് പെരുമാൾസ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പെരുമാക്കന്മാരെ കുറിച്ചിട്ട് പറയുന്ന ഒരു വർക്കാണത്. ഈ ഒരു കൾച്ചറൽ സിംബയോസിസ് എന്ന് പറയുന്ന വർക്കില് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത് കേരളത്തിലെ ഹിസ്റ്ററി, അതുപോലെ റിലീജിയൻ, ഇൻസ്ക്രിപ്ഷൻസ്, അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു ഗൈഡ് ബുക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബുക്കാണ് കൾച്ചറൽ സിംബയോസിസ്. ബുക്ക് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ദെൻ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടി ഒന്ന് പരിഗണിക്കുമ്പോൾ രാജൻ ഗുരുക്കളും കേരളത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് സോഷ്യൽ ഫോർമേഷൻ ഓഫ് ഏർലി സൗത്ത് ഇന്ത്യ 2010 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണിത്. രാജൻ ഗുരുക്കളും അതുപോലെ തന്നെ MR രാഘവ വാര്യരും ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ബുക്ക്. അപ്പൊ ഈ ബുക്ക് ഇവർ രണ്ടുപേരും കൂടി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. മെയിൻലി മെഗാലിത്സിനെ കുറിച്ചിട്ടൊക്കെ അതിൽ നന്നായി പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് കേരള ഹിസ്റ്ററി അതിൽ കവർ ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി മെഗാലിത്സിന്റെ മെഗാലിത്സ് ഒന്നുകൂടി എംഫസൈസ് ചെയ്ത ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ദെൻ ശ്രീധര മേനോനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് കോമൺലി ഇപ്പോൾ ഡിഗ്രിയിലൊക്കെ BA ഹിസ്റ്ററിയിലൊക്കെ കോമൺ ആയിട്ട് ഒരു ഗൈഡ് ബുക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ശ്രീധര മേനോന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിന്റെ മലയാളവും ഇംഗ്ലീഷ് പതിപ്പും അവൈലബിൾ ആണ്. അതുപോലെ ശ്രീധര മേനോന്റെ തന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ബുക്കും അവൈലബിൾ ആണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോക്കിരം, one of the early Brahmin settlements in Kerala region identified with. So നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്സ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഈ 32 ബ്രാഹ്മിൻ സെറ്റിൽമെന്റ്സിൽ ഒന്നാണ് ചോക്കിരം എന്ന് പറയുന്നത്. ഈ ചോക്കിരം എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള ഏത് പ്ലേസ് ആയിട്ടാണ്
അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനും കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമ്മുടെ യൂണിറ്റ് 3യിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഐപ്ലസിന്റെ ക്ലാസ്സിൽ, വീഡിയോ ക്ലാസ്സിലും അതുപോലെ തന്നെ നമ്മളുടെ നോട്ടിലും കൃത്യമായിട്ട് 32 ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷനും, അതായത് ഏത് പ്ലേസുമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ഓപ്ഷൻസ് നോക്കുമ്പോൾ പൊന്നാനി, മഞ്ചേരി, തൃശൂർ, ചെങ്ങന്നൂർ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ പൊന്നാനിയാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നിങ്ങൾക്ക് ചോക്കിരം എന്നുള്ള ഒരു പേര് ഫെമിലിയർ, അല്ലെങ്കിൽ ശുഗപുരം എന്നുള്ള ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ ചോക്കിരം തന്നെയാണ് ശുഗപുരം. ചില വർക്കുകളിൽ ഈ ശുഗപുരത്തിനെ ഇങ്ങനെ പറഞ്ഞ് ചോക്കിരം എന്നാവുന്നതാണ് കേട്ടോ. ഓക്കെ, പഴയ കാലത്തുള്ള പേരല്ലേ. ഓക്കെ, അപ്പോ ചോക്കിരം അല്ലെങ്കിൽ ശുഗപുരം എന്ന് കാണാം. നിങ്ങൾക്ക് പല പല വർക്കുകളിൽ അങ്ങനെ കാണാം. അല്ലെങ്കിൽ ചോക്കിരം അലിയാസ് ശുഗപുരം എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വൺ ഓഫ് ദി ഏർലി ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ഇൻ കേരള ആണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ പൊന്നാനിയിലാണ് ഈ ഒരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പൊന്നാനി താലൂക്കിലെ ഒരു വില്ലേജ് ആണ് ശുഗപുരം എന്ന് പറയുന്നത്. പെരുമ്പുഴയ്ക്കും കരിമൻപുഴയ്ക്കും ഇടയിലായിട്ടുള്ള ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സിൽ പെടുന്ന ഒന്നാണ് ഈ ഒരു ചോക്കിരം അല്ലെങ്കിൽ ശുഗപുരം. ഈ 2 റിവേഴ്സിന്റെ ഇടയിൽ, അതായത് പെരുമ്പുഴയ്ക്കും കരിമൻപുഴയ്ക്കും ഇടയിൽ 10 ബ്രാഹ്മൺ സെറ്റിൽമെന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതിലൊന്നാണ് ഈ പൊന്നാനിയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ചോക്കിരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും കേരള ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആർച്ച് ബിഷപ്പ് ഓഫ് ഗോവ ഹു കണ്ടക്ടഡ് ദ സിനോഡ് ഓഫ് ഡയംബർ ഇൻ 1599, 1599 സിനോഡ് ഓഫ് ഡയംബർ, അതായത് ഉദയം പേരൂർ സുനഹദോസ് കേട്ടിട്ടില്ലേ? അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ്, ഗോവൻ ആർച്ച് ബിഷപ്പ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഡോം മാനുവൽ, അലക്സ് ടി മെനസിസ്, റൊസാരിയോസ് ഇമാനുവൽ, കുഡിനോ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കേരള ഹിസ്റ്ററിയിൽ നിന്ന് 3ാമത്തെ ചോദ്യമാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അലക്സ് ടി മെനസിസ് ആണ്. ഈ ഒരു സിനോഡ് ഓഫ് ഡയംബറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 1599 സിനോഡ് ഓഫ് ഡയംബർ കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു സംഭവം എന്നൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യൻസ്, അതല്ലെങ്കിൽ സെയിന്റ് തോമസ് ക്രിസ്ത്യൻസ്, ഇവരേനെ നസ്രാണികൾ എന്ന് പറയും. അപ്പൊ ഇവരേനെ കാത്തലിക് ചർച്ചിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സഭാ സമ്മേളനമാണ് ഈ ഒരു സിനോഡ് ഓഫ് ഡയംബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഗോവ ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്ന വെസ്റ്റേൺ റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സഭയുടെ സഭാ അധ്യക്ഷന്മാരൊക്കെ കൂടി ചേർന്ന് 1599 ജൂൺ 20 മുതൽ 26 വരെയാണ് ഈ ഒരു സഭാ സമ്മേളനങ്ങൾ, ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കേരള ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വലിയ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിനോഡ് ഓഫ് ഡയംബറിനെ കൺസിഡർ ചെയ്യാം. ഈ കാലഘട്ടത്തില് ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആധിപത്യത്തിലായിരുന്നു, പോർച്ചുഗീസുകാരുടെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. 1500 ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഉള്ള കാലഘട്ടങ്ങളിൽ അവര് ഇവിടെ ആധിപത്യം സ്ഥാപിക്കും. പിന്നീട് കേരളത്തിൽ നിന്ന് അവരുടെ ഒരു കോൺസെൻട്രേഷൻ ഗോവയിലേക്കൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലഘട്ടങ്ങളില് പോർച്ചുഗീസുകാരാണ് ഗോവൻ ഭാഗങ്ങളൊക്കെ തന്നെ കീഴടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗോവ ആസ്ഥാനമാക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു കത്തോലിക്ക സഭയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആർച്ച് ബിഷപ്പ്, ആ ഒരു കാലഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് ആയിട്ടുണ്ടായിരുന്നത് അലക്സ് ടി മെനസിസ് ആയിരുന്നു. അദ്ദേഹമാണ് ആക്ച്വലി ഈ ഒരു സിനോഡ് ഓഫ് ഡയംബർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സിനോഡ് ഓഫ് ഡയംബറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാവുന്ന ഒന്നാണ് കൂനൻ ക്രോസ് ഓത്ത്, അതായത് കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. 1653 ജനുവരി 3 കൂനൻ ക്രോസ് ഓത്ത് നടത്തുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതായത് മാർത്തോമ ക്രിസ്ത്യൻസിനെ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ശ്രമം, അപ്പൊ ആ ഒരു ശ്രമം, അതിനെതിരെ കുറേയധികം പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെയായിട്ട് കേരളത്തിലെ മാർത്തോമ നസ്രാണികള്
കൊച്ചിയിലെ മട്ടാഞ്ചേരിയില് വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രതിജ്ഞയാണ് കൂനൻ ക്രോസ് ഓത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1653 ജനുവരി 3-നാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, fourth question. The major illustration work of the Hortus Malabaricus was done by whom? ആരാണ് ഹോർത്തുസ് മലബാറിക്കസിലെ മേജർ ഇലുസ്ട്രേഷൻസ്, അതിന്റെ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇ.ടി. അച്യുതൻ, വിനായക ഭട്ട്, രംഗഭട്ട്, കാർമലൈറ്റ് മാത്യൂസ് എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. സോ ഈ 4ാമത്തെ ചോദ്യവും കേരള ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ചോദ്യമാണ്. 3ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കാർമലൈറ്റ് മാത്യൂസ്. ഇദ്ദേഹം, അതായത് കാർമലൈറ്റ് മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഇറ്റാലിയൻ കാർമലൈറ്റ് മിഷണറി ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത് ഫാദർ മാത്യൂസ് ഓഫ് സെയിന്റ് ജോസഫ് എന്നാണ്. ഇനി ഹോർത്തുസ് മലബാറിക്കസിനെ കുറിച്ച് പറയുമ്പോൾ 17th സെഞ്ചുറിയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള, ആംസ്റ്റർഡാമിൽ വെച്ച് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്, ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ഹോർത്തുസ് മലബാറിക്കസ്. ഇതിന്റെ പബ്ലിഷർ, അതായത് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വാൻഡ്രീഡ് ആയിരുന്നു. മലബാറിലെ ആ കാലഘട്ടത്തിലെ ഡച്ച് ഗവർണർ ആയിട്ടുണ്ടായിരുന്ന വാൻഡ്രീഡ് ആയിരുന്നു ഈ ഒരു ബുക്ക്, അതായത് ഹോർത്തുസ് മലബാറിക്കസ് എന്ന ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നതിൽ വെച്ചിട്ടുള്ള എല്ലാ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളെ കുറിച്ചിട്ടും അതിന്റെ മറ്റ് വിശദീകരണങ്ങളും അതിന്റെ ഔഷധ മൂല്യങ്ങളും അതിന്റെ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറയുന്ന ഒരു ബുക്കാണ് ഹോർത്തുസ് മലബാറിക്കസ്. 1678 to 1693 ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിലാണ് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഇ.ടി. അച്യുതൻ, രംഗഭട്ട്, വിനായക ഭട്ട് ഇവരൊക്കെ തന്നെ ഈ ഒരു ഹോർത്തുസ് മലബാറിക്കസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഇതിൽ ഇ.ടി. അച്യുതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഈഴവ ഫിസിഷ്യൻ ആയിരുന്നു ഇ.ടി. അച്യുതൻ. ഇദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിന്റെ മെഡിസിനൽ വാല്യൂ ഒക്കെ തിരിച്ചറിഞ്ഞ് അത് ഐഡന്റിഫൈ ചെയ്ത് അത് പറഞ്ഞു കൊടുക്കുക, ആ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഇ.ടി. അച്യുതന് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു വ്യക്തിയാണ് രംഗഭട്ട്. ഈ രംഗഭട്ടിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇ.ടി. അച്യുതൻ തയ്യാറാക്കിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അത് വെരിഫൈ ചെയ്യുക, അത് ഒതന്റിക് ആണോ അല്ലെങ്കിൽ അത് കൃത്യമാണോ എന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക, അതായിരുന്നു രംഗഭട്ടിന്റെ ഡ്യൂട്ടി. വിനായക പണ്ഡിറ്റ് അല്ലെങ്കിൽ വിനായക ഭട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സെയിം കാര്യം തന്നെ, അതിൽ രംഗഭട്ടിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടി ആയിരുന്നു. അതായത് ഇ.ടി. അച്യുതൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. ഡോക്ടർ കെ.എസ്. മണിലാൽ ആണ് ഈ ഒരു ലാറ്റിൻ ലാംഗ്വേജിനാണല്ലോ ഹോർത്തുസ് മലബാറിക്കസ് ഉണ്ടായിരുന്നത്. ആ ഒരു വർക്കിനെ ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്ടർ കെ.എസ്. മണിലാൽ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു ബോട്ടണി പ്രൊഫസർ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. ഈ അടുത്ത കാലത്ത് 2025 ജനുവരിയിലാണ് അദ്ദേഹം മരിച്ചത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു ഹോർത്തുസ് മലബാറിക്കസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th question. The new group of soldiers selected by the British from the local natives to suppress the Palshi revolt. പഴശ്ശി റിവോൾട്ട് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ലോക്കൽ നേറ്റീവ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ന്യൂ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാരിക്കാർസ്, മൂപ്പൻസ്, കാരാൽക്കാർസ്, കോൽക്കാർസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ, നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ ഇത് പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൽക്കാർസ്. പഴശ്ശി റിവോൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി അല്ലെങ്കിൽ ഒരു ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പഴശ്ശി കലാപങ്ങൾ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം കർഷകർ അവരുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമാണ് പഴശ്ശി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ കാലഘട്ടം 18ാം നൂറ്റാണ്ടിന്റെ ഒരു ലേറ്റ് ഫേസോട് കൂടിയിട്ടും അതുപോലെ 19ാം നൂറ്റാണ്ടിലൊക്കെ ആയിട്ടാണ് ഈ ഒരു യുദ്ധം, അതായത് മെയിൻ ആയിട്ട് 2 പഴശ്ശി റിവോൾട്ടുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ വർഷം ഞാൻ പറയാം. 1793 to 1797 ആണ് 1ാം പഴശ്ശി കലാപത്തിന്റെ വർഷം വരുന്നത്. ദെൻ 2ാം പഴശ്ശി കലാപം 1800 to 1805 വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 1ാം പഴശ്ശി കലാപത്തിന്റെ കാരണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു കഥ പോലെ പറയാം കേട്ടോ. അതായത് ബ്രിട്ടീഷുകാര് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപേ
അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കേരളത്തിന്റെ മലബാറിന്റെ ഒരു അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ടിപ്പു സുൽത്താനായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ പഴശ്ശിരാജ എന്ന് പറയുന്നത് ഈ മലബാറിലെ വടക്കൻ മലബാർ ഭാഗത്തെ കൊട്ടിയം രാജവംശത്തിൽ വരുന്ന ഒരു രാജാവാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രിട്ടീഷുകാരും അതുപോലെ പഴശ്ശിരാജയും തമ്മിൽ ആദ്യ കാലത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ടേംസിലൊക്കെ ആയിരുന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ ടിപ്പു സുൽത്താന്റെ ഒരു ആക്രമണം ഇവിടേക്ക് വന്നതോട് കൂടിയിട്ട് ടിപ്പുവിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഈ പഴശ്ശിരാജയും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും ടിപ്പു സുൽത്താൻ ഇവിടെ അധികാരം പിടിച്ചടക്കുന്നത് ബ്രിട്ടീഷുകാർക്കും താല്പര്യപ്പെട്ടില്ല. സോ ടിപ്പുവിനെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പഴശ്ശിരാജയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് ഒപ്പം ചേർന്നു. അങ്ങനെ ടിപ്പു പരാജയപ്പെട്ടു, ടിപ്പു മരിക്കുകയൊക്കെ ഉണ്ടായി. ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധത്തിൽ ടിപ്പു മരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി 1792 ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം സൈൻ ചെയ്യുന്നത്. അതുവഴി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ടിപ്പുവിനെ ഇവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മലബാർ ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയ്ക്ക് കൊടുക്കാം, അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് പഴശ്ശിരാജയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യം ബ്രിട്ടീഷുകാർ പഴശ്ശിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിപ്പു മരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ആ വാക്ക് തെറ്റിച്ചു. അത് പഴശ്ശിരാജയ്ക്ക് ഭയങ്കര എതിർപ്പായി. അതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്, ബ്രിട്ടീഷുകാര് പഴശ്ശിരാജയ്ക്ക് കൊടുത്തിട്ടുള്ള വാക്ക് തെറ്റിച്ചു എന്നുള്ളത്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാര് പഴശ്ശിരാജേനെ അവിടുത്തെ അധികാരിയാക്കാതെ അതിന് പകരം പഴശ്ശിരാജയുടെ അമ്മാവനെ അവിടുത്തെ ഭരണാധികാരിയാക്കി സ്ഥാനം ആരോഹണം ചെയ്തു. അതും പഴശ്ശിരാജയ്ക്ക് എതിർപ്പിന് കാരണമായി. അങ്ങനെയാണ് ഒന്നാം പഴശ്ശികലാപം ഉണ്ടാവുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന റവന്യൂ പോളിസി അതൊക്കെ തന്നെ കർഷകർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കർഷകരെ ഇങ്ങനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള റവന്യൂ പോളിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഈ ഒരു ഫസ്റ്റ് പഴശ്ശി റിവോൾട്ടിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1793 ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. 97 ഇത് അവസാനിച്ചു. ഈ ഒന്നാം പഴശ്ശി കലാപത്തില് പഴശ്ശിരാജയാണ് കേട്ടോ ജയിച്ചത്. പഴശ്ശിരാജ ജയിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇവിടെ നിന്നും വയനാട്ടിൽ നിന്നും ബ്രിട്ടീഷ് ഫോഴ്സിനെ ഒക്കെ തന്നെ പിൻവാങ്ങണം എന്നൊക്കെയുള്ള ഒരു കരാറൊക്കെ ഒപ്പുവെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പോളിസികൾ ആ ഒരു സമാധാന ചർച്ചയും ആ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഒഴിവാക്കിയിട്ട് പിന്നെയും അവരുടെ ആ ഒരു നയങ്ങള് പണ്ടത്തെ നയങ്ങൾ തന്നെ പിന്നെയും അവർ തുടരാനായിട്ട് തുടങ്ങിയ ആ സാഹചര്യത്തിലാണ് രണ്ടാം പഴശ്ശി കലാപം 1800 പഴശ്ശിരാജ ആരംഭിക്കുന്നത്. ഗറില്ല യുദ്ധമുറയായിരുന്നു പഴശ്ശിരാജ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നാം പഴശ്ശി കലാപത്തിലും രണ്ടാം പഴശ്ശി കലാപത്തിലും. ഈ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഒരു സമയത്ത്, അതായത് ഒരു 1804 ആണ് തോമസ് ഹാർവി ബാബർ എന്ന ഉദ്യോഗസ്ഥനെ ഇവിടുത്തെ കളക്ടറായിട്ട് നിയമിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ബാബർ ഉണ്ടല്ലോ, തോമസ് ഹാർവി ബാബർ, ഇദ്ദേഹമാണ് ഈ ഹോൾക്കർ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ലോക്കൽ പീപ്പിളിനെ യൂസ് ചെയ്തിട്ട് പഴശ്ശിക്കെതിരെ പട നയിക്കാൻ വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുതിയ സോൾജിയർ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് പഴശ്ശിരാജേനെ കീഴ്പ്പെടുത്തുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ മരണവും നടക്കുന്നത് കേട്ടോ. പഴശ്ശിരാജേനെ അതായത് ബ്രിട്ടീഷുകാരെ കീഴ്പ്പെടുത്തി വധിച്ചു എന്നും ഒരു പക്ഷം ഉണ്ട്. അതല്ല, അദ്ദേഹം സ്വയം ജീവത്യാഗം ചെയ്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് പഴശ്ശി റിവോൾട്ട് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞത്. നമ്മളുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പഴശ്ശി റിവോൾട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th question. The last regime queen of Travancore. ട്രാവൻകൂറിലെ ലാസ്റ്റ് ഭരണകൂടം ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ക്വീൻ ആയിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സേതു ലക്ഷ്മി ഭായ്, സേതു പാർവതി ഭായ്, ഗൗരി ലക്ഷ്മി ഭായ്, ഗൗരി പാർവതി ഭായ് എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്, സേതു ലക്ഷ്മി ഭായ്. 1924 to 1931 വരെയായിരുന്നു മഹാറാണി സേതുലക്ഷ്മി ഭായിയുടെ ഒരു ഭരണ കാലഘട്ടം വരുന്നത്. ഫേമസ് പെയിന്റർ ആയിട്ടുണ്ടായിരുന്ന രാജ രവിവർമ്മയുടെ ഗ്രാൻഡ് ഡോട്ടർ ആയിരുന്നു കേട്ടോ ഇവര്. ഫീമെയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൂളർ ആയിരുന്നു സേതുലക്ഷ്മി ഭായ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷം ആണ് സേതുലക്ഷ്മി ഭായ് അധികാരത്തിലെത്തുന്നത്. ദെൻ സേതുലക്ഷ്മി ഭായിയുടെ സക്സസർ ആയിട്ട് വരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. 7th question.
റെവറൽ മെയ്ഡ് ബിലോങ്സ് ടു ഡാഷ് ഓഫ് ദ ക്രിസ്ത്യൻ മിഷൻ. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ക്രിസ്ത്യൻ മിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് റെവറൽ മെയ്ഡ് വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. CMS, സാൽവേഷൻ ആർമി, ജെസ്യൂട്ട്, LMS എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ, LMS. LMS എന്ന് വെച്ചാൽ എന്താണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി ആണ്. 1795 ലണ്ടൻ മിഷൻ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷണറി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ 1805 ഈ ഒരു LMSന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തില് ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേണൽ മെക്കോളെ ആയിരുന്നു. കേണൽ മെക്കോളെയാണ് കേരളത്തില് LMSന്റെ പ്രവർത്തനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേണൽ മെക്കോളെ ആയിരുന്നു. സോ LMS കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ LMSന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന 1817 കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന മിഷണറി പ്രവർത്തകനായിരുന്നു ചാൾസ് മീഡ്. ട്രാവൻകൂറിലെ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ സ്ഥാപിക്കുന്നതും ഈ റെവറൽ മെയ്ഡ് അഥവാ ചാൾസ് മെയ്ഡ് തന്നെയാണ്. 1816 കേരളത്തിൽ വരുന്ന ഒരു മിഷണറി ആണ് CMS അഥവാ ചർച്ച് മിഷണറി സൊസൈറ്റി. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ ഫേമസ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ ബെയ്ലി. 1894 കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒന്നാണ് സാൽവേഷൻ ആർമി. ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് സാൽവേഷൻ ആർമി. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റൽസ്, അതുപോലെ ഓർഫനേജസ് അതൊക്കെ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. ട്രേഡ് യൂണിയൻ ലീഡർ ആർ സുഗതൻ വാസ് അറസ്റ്റഡ് ഡ്യൂറിംഗ് ദ ഡാഷ്. താഴെ തന്നിട്ടുള്ള ഏത് ഇൻസിഡന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏത് ഇൻസിഡന്റിന്റെ ടൈമിലാണ് ട്രേഡ് യൂണിയൻ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ആർ സുഗതനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം. പുന്നപ്ര വയലാർ അപ്ഹേവൽ, കീഴരിയൂർ ബോംബ് കേസ്, പയ്യന്നൂർ സോൾട്ട് സത്യാഗ്രഹ, മൊറഴ ഇൻസിഡന്റ് എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, പുന്നപ്ര വയലാർ അപ്ഹേവൽ. പുന്നപ്ര വയലാർ അപ്രൈസിംഗ് എന്നും പറയും. ഒക്ടോബർ 1946 പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഈ ഒരു കാലഘട്ടത്തില്, അതായത് ഈ ഒരു 1946 കാലഘട്ടത്തില് ട്രാവൻകൂറിലെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത് സർ CP രാമസ്വാമി അയ്യരായിരുന്നു. ഇദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രൈക്ക് ആയിരുന്നു ഈ ഒരു പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പുന്നപ്ര വയലാർ അപ്രൈസിംഗ് എന്ന് പേര് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരംഭിക്കുന്നത് പുന്നപ്രയിലും അവസാനിക്കുന്നത് വയലാറിലും വെച്ചിട്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 2 സ്ഥലങ്ങളുടെ പേര് ഈ ഒരു ഇൻസിഡന്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി ആയിരുന്നു കേട്ടോ VS അച്യുതാനന്ദൻ. ഒരു തവണ PSCയിലോ മറ്റോ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർമ്മ ഒന്ന് പറഞ്ഞു മാത്രം. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഒരു അതിനോടനുബന്ധിച്ചിട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. പയ്യന്നൂർ സോൾട്ട് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്ത് 1930 ഏപ്രിൽ 13 ഈ ഒരു പയ്യന്നൂർ സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പനായിരുന്നു ഇതിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത്. K കേളപ്പനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് അസിസ്റ്റൻസും കോൺഗ്രസ്സുകാരായിട്ടുള്ള മറ്റ് നേതാക്കളും എല്ലാവരും ചേർന്നാണ് ഈ ഒരു സോൾട്ട് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സോൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ദണ്ഡി മാർച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത്. ദണ്ഡി കടപ്പുറത്തേക്ക് നടന്നിട്ടുണ്ടായിരുന്ന ഒരു യാത്രയായിരുന്നു അത്. ബ്രിട്ടീഷുകാരുടെ ഉപ്പു നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സോൾട്ട് സത്യാഗ്രഹ ഗാന്ധിജി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണ് കേരളത്തിലെ സോൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. ഇയർ ഞാൻ പറഞ്ഞു 1930 ഏപ്രിൽ 13 നടന്നിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് നിന്നാണ് ഇതിന്റെ വളണ്ടിയേഴ്സ്, അതായത് കോൺഗ്രസ് വളണ്ടിയേഴ്സ് യാത്ര ആരംഭിക്കുന്നത് പയ്യന്നൂരിലേക്ക്. ദെൻ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സത്യാഗ്രഹ, അതായത് ഉപ്പ് കുറുക്കി നിയമം ലംഘിക്കുന്നത് കേട്ടോ. മൊറാഴ ഇൻസിഡന്റ് അല്ലെങ്കിൽ മൊറാഴ സമരം നടക്കുന്നത് സെപ്റ്റംബർ 15, 1940
ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാം വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു സമയത്ത് ഇന്ത്യയെ പങ്കാളിയാക്കിയതിന് എതിരെയായിട്ട് എല്ലാവരും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആ ഒരു പ്രതിഷേധത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു സമരമായിരുന്നു മൊറഴ ഇൻസിഡന്റ് അല്ലെങ്കിൽ മൊറഴ സമരം എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, ദ സ്വതന്ത്ര രാജ്യം ഫൗണ്ടഡ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ കടക്കൽ റിവോൾട്ട്. കടക്കൽ റിവോൾട്ടിന്റെ ആ ഒരു സമയത്ത് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഭരതന്നൂർ, കുമ്മിൽ പകുത്തി, മദത്തര പകുത്തി, ആയൂർ പകുത്തി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി കുമ്മിൽ പകുത്തി അല്ലെങ്കിൽ കുമ്മിൾ പകുത്തിയാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഈ കടക്കൽ റിവോൾട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ പാർട്ടായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു റിവോൾട്ട് ആയിരുന്നു. 1938 ഈ ഒരു റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ആയിട്ടുള്ള ടാക്സ്, അതുപോലെ ടോള്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു കടക്കൽ റിവോൾട്ട്. 1938 അത് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഒരു പാരലൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് കുമ്മിൽ പകുത്തി അല്ലെങ്കിൽ കുമ്മിൾ പകുത്തി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് 8 ദിവസം മാത്രമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. 10ാമത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, 10ാമത്തേത്. ദ ഏർലിയസ്റ്റ് അവൈലബിൾ വർക്ക് ഓഫ് സംഘം തമിഴ്സ് ഈസ്. സംഘം വർക്കിലെ അവൈലബിൾ ആയിട്ടുള്ള ഏർലിയസ്റ്റ് വർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മധുരൈ കാഞ്ചി, തൊൽക്കാപ്പിയം, പാട്ടിനപ്പാളൈ അല്ലെങ്കിൽ പാട്ടിപ്പാളൈ എങ്ങനെയും പറയും. അതുപോലെ ലാസ്റ്റ് ഓപ്ഷൻ പരിപാടൽ എന്നിങ്ങനെയാണ് നമ്മുടെ 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തൊൽക്കാപ്പിയം ആണ്. തൊൽക്കാപ്പിയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു തമിഴ് ഗ്രാമർ വർക്കാണ്, ഒരു വ്യാകരണ വർക്കാണ് തൊൽക്കാപ്പിയം. എഴുതിയിട്ടുള്ളത് തൊൽക്കാപ്പിയർ ആയിരുന്നു. തമിഴ് ലാംഗ്വേജിന്റെ റൂൾസ് അതുപോലെ തന്നെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് തൊൽക്കാപ്പിയം. ആൻഷ്യന്റ് തമിഴ് കൾച്ചറിനെ കുറിച്ചും ആൻഷ്യന്റ് തമിഴ് സൊസൈറ്റിനെ കുറിച്ചിട്ടും നമുക്ക് എവിഡൻസ് നൽകുന്ന ഒരു ക്രൂഷ്യൽ വർക്കായിട്ടാണ് ഹിസ്റ്റോറിയൻസ് ഈ ഒരു തൊൽക്കാപ്പിയം എന്ന വർക്കിനെ കൺസിഡർ ചെയ്യുന്നത്. മധുരൈ കാഞ്ചി എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് മാങ്കുടി മരുതനാർ ആണ്. പത്തുപാട്ട് ആന്തോളജിയുടെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു വർക്കാണ് മധുരൈ കാഞ്ചി. പത്തുപാട്ട് കളക്ഷൻസിലെ ഒരു ലോങ്സ്റ്റ് പോയം എന്നുള്ള ഒരു പേര് ഈ മധുരൈ കാഞ്ചിക്കാണുള്ളത്. ലോങ്സ്റ്റ് പോയം മധുരൈ കാഞ്ചി. പട്ടിനപ്പാളൈ അല്ലെങ്കിൽ പാട്ടിപ്പാളൈ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് കണ്ണനാറായിരുന്നു. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. ഈ ഒരു വർക്ക് പാട്ടിപ്പാളൈ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണെന്നുള്ളത് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വെക്കുമല്ലോ, അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരുന്നു ഇത്. ഇതൊരു PYQ ആയിരുന്നു. അപ്പോൾ കണ്ണനാറാണ് ഈ ഒരു പാട്ടിപ്പാളൈ അല്ലെങ്കിൽ പാട്ടിനപ്പാളൈ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. പോർട്ട് സിറ്റി ആയിട്ടുണ്ടായിരുന്ന കാവേരിപ്പൂ പട്ടണത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിവ് തരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്ന ഒരു വർക്കാണ് പാട്ടിപ്പാളൈ അല്ലെങ്കിൽ പട്ടിനപ്പാളൈ എന്ന് പറയുന്ന വർക്ക്. അടുത്തതാണ് പരിപാടൽ. ഓക്കെ, പുലിയൂർ കേസികൻ എന്ന ഒരു ഓതറാണ് പരിപാടൽ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ലോർഡ് വിഷ്ണുവിനെ പ്രേസ് ചെയ്തുകൊണ്ടുള്ള വരികളാണ് ഈ ഒരു പരിപാടൽ എന്നുള്ള ഒരു വർക്കിൽ ഉള്ളത്. ഇത് എട്ടുത്തൊകയിൽ വരുന്ന ഒരു വർക്കാണ് കേട്ടോ. എട്ടുത്തൊക എന്ന് പറഞ്ഞിട്ടുള്ള സോങ് കളക്ഷനിൽ വരുന്ന ഒരു വർക്കാണ് പരിപാടൽ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിലെ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്ലാസ്സിൽ നമ്മൾ എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോ ക്ലാസ്സിന്റെയും ഇൻട്രൊഡക്ഷനിൽ നമ്മൾ 2 or 4 ക്വസ്റ്റ്യൻസ് വെക്കുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. അല്ലെ, ക്ലാസ് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.